ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. വളരെ വേഗത്തിൽ വലിയ എഫേർട്ടൊന്നും എടുക്കാതെ പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ആൾജിബ്രൈക് എക്സ്പ്രഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഓക്കെ ആണോ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Algebraic expression is the combination of a constant and a variable. നോക്കിക്കേ ബോർഡിൽ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഒന്നുമില്ല, ഒരു കോൺസ്റ്റൻറ്റും വേരിയബിളും കൂടെ ഒന്നിച്ച്. ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് എ കോൺസ്റ്റൻറ്റ് ആൻഡ് എ വേരിയബിൾ. അണ്ടർസ്റ്റാൻഡ്? നൗ ഞാൻ വേഗത്തിലെടുക്കാൻ വേണ്ടി മെയിൻ പോയിൻറ്റ്സ് മാത്രമേ പറയുന്നുള്ളൂ. ലുക്ക് ചെയ്യാം. 3x square y. This is also an algebraic expression. ഇനി വാട്ട് ആർ ദ ടേംസ് എന്നൊക്കെ നോക്കാം. ഫസ്റ്റ് വൺ, വാട്ട് ഈസ് മോണോമിയൽ? നിങ്ങൾ കുഞ്ഞുങ്ങൾ കേട്ടിട്ടുണ്ടോ മോണോ ആക്ട്? നമ്മുടെ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ മോണോ ആക്ട് എന്ന് പറഞ്ഞാൽ എന്താ? മോണോ മീൻസ് ഒരാൾ തന്നെ ചെയ്യുന്നതിനാണ് മോണോ ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഓൾജിബ്രൈക് എക്സ്പ്രഷനിനകത്ത് ഒറ്റ ഒരാൾ മാത്രമേ ഉള്ളൂ. 3y. ദിസ് ഈസ് എ മോണോമിയൽ. സെക്കൻഡ് എക്സാമ്പിൾ, -5x square y cube. This is also a monomial. Okay ayo? Then 5xyz. This is also a monomial. അപ്പോൾ എന്താണ് മോണോമിയൽ? മോണോമിയൽ means in an algebraic expression only one term, mono. Then what is binomial? Binomial നിങ്ങൾ ചവിട്ടിക്കൊണ്ട് സ്കൂളിൽ പോകുന്ന സൈക്കിളിനെ എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? ബൈസൈക്കിൾ എന്നാ അല്ലേ? കാര്യം എന്താണെന്നറിയാമോ ഈ ബൈസൈക്കിൾ എന്ന് വിളിക്കുന്നത്? അതിൻ്റെ 2 വീലാണ് നമ്മൾ കറക്കിയല്ലേ. ബൈനോമിയൽ, ബൈ മീൻസ് 2. അപ്പോൾ എങ്ങനെ എഴുതാം? 3x + 5y. ഹൗ മെനി ടേംസ് ഹിയർ? നോക്കിക്കേ, മിസ് ബോർഡിൽ നോക്കുന്ന 3x ഒരു ടേം, 5y ഒരു ടേം, മിഡിൽ സൈനിൽ ഒരു പ്ലസ്. കണ്ടോ? 9x square y square plus 8. How many terms? Only 2 terms. Therefore, these are the example of binomial. അപ്പോൾ ബൈനോമിയലിൻ്റെ ഇടയ്ക്ക് ഒരു പ്ലസ്. അപ്പോൾ മിസ് ഇങ്ങനെ നോക്കിയോ, 9ab - 2a. What is the middle sign? Minus. അപ്പോൾ നിങ്ങൾ ഓർത്തോണം, plus or minus only separate the terms. Then what is trinomial? ആര് പറയും? ട്രൈനോമിയൽ. പറഞ്ഞോ. ട്രയാങ്കിൾ. എന്താണ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ? 3 ആംഗിൾ ഉണ്ട് അല്ലേ? ട്രൈ മീൻസ് 3. അപ്പം ട്രൈനോമിയലിൻ്റെ ഡെഫിനിഷൻ ആര് വരും? An algebraic expression contains 3 terms. ആരാ എക്സാമ്പിൾ പറയുന്നത്? 9x square plus 8x minus 5. മിസ് എഴുതിയേക്കുന്ന ഒന്ന് എണ്ണിക്കെ. 1 2 3. 3 terms is known as a trinomial. വേറെ ഒരു എക്സാമ്പിൾ ആരാ ഉറക്കെ പറയുന്നേ? 5a square b square plus 2ab plus 8a. How many terms? 3 terms. 1 2 3. Therefore, these are known as trinomial. അപ്പോൾ ഇനി നമ്മൾ സാധാരണ കേട്ടിട്ടുണ്ട് പോളിനോമിയൽ. വാട്ട് ഈസ് ദ മീനിങ്? പോളിനോമിയൽ. പോളിടെക്നിക് എന്ന് കേട്ടിട്ടുണ്ടോ? പോളിടെക്നിക്ക് പഠിക്കാൻ പോവാന്നൊക്കെ കേട്ടിട്ടുണ്ടോ? എന്താണ് പോളിടെക്നിക്ക്? മെനി ട്രേഡ്സ് പഠിക്കുന്നു ഒരുപാട്. പോളി മീൻസ് മെനി, പോളിഗൺ ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. അപ്പോൾ പോളിനോമിയൽ മീൻസ് an algebraic expression having more than 2 or 3 termsന് വിളിക്കുന്ന പേരാണ് പോളിനോമിയൽ എന്ന് നിങ്ങൾ ഓർത്തോണം. മിസ്സിന് പ്രത്യേകം പറയാനുള്ളത് ഇങ്ങനെ എണ്ണി നോക്കണം, എക്സാമിന് വരും. 1 2 3. അപ്പോൾ നിങ്ങൾ എഴുതും
ട്രൈനോമിയൽ. മുകളിലോട്ട് നോക്കുമ്പോൾ 1 2 ബൈനോമിയൽ, only one term, therefore this is a monomial. Okay ആയോ? ഫസ്റ്റ് പാർട്ട്. പോളിനോമിയൽ മീൻസ് algebraic expression having more than 2 terms or more than 3 terms. Okay. മിസ്സ് എക്സാമിന് വരുന്ന പോർഷനാണ് ഈ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് കേട്ടോ. ഓക്കെ, അടുത്തത് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് കോയഫിഷ്യൻ്റ് ഓഫ് എ ടേം. നോക്കിക്കോ, മിസ് എഴുതുന്നത് നോക്കിക്കോണേ. 7xy, നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി മിസ് ഇച്ചിരി അകത്തി എഴുതുക. 7xyz. സാധാരണ എഴുതുമ്പോൾ നമ്മൾ 7xyz എന്നിങ്ങനെ അടുപ്പിച്ച് എഴുതുന്നത്. മിസ് ഇത് എൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണേ. വാട്ട് ഈസ് ദ കോയഫിഷ്യൻ്റ് ഓഫ് വൈ? എന്താണ് മിസ്സിൻ്റെ ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദ കോയഫിഷ്യൻ്റ് ഓഫ് വൈ? വൈയുടെ കോയഫിഷ്യൻ്റ് നോക്കുവാണെങ്കിൽ മോനെ എന്തോ ചെയ്യണമെന്നറിയാമോ? പേന വച്ച് ഈ വൈ അങ്ങ് കവർ ചെയ്യണം. ബാക്കി എത്ര ടേം ഇതിനകത്തുണ്ടെന്ന് എളുപ്പം പറ. വൈ പോയിക്കഴിഞ്ഞാൽ വേറെ ആരൊക്കെയുണ്ട്? 7 ഉണ്ട്, എക്സ് ഉണ്ട്, അപ്പുറത്ത് ഇസഡ് ഉണ്ട്. Then what is the coefficient of y? 7xz. ഓക്കെ ആയോ? ഇതേ ക്വസ്റ്റ്യൻ തന്നെ മിസ് ചോദിക്കുക. വാട്ട് ഈസ് ദ കോയഫിഷ്യൻ്റ് ഓഫ് 7? 7ൻ്റെ കോയഫിഷ്യൻ, ന്യൂമറിക്കൽ കോയഫിഷ്യൻ പറഞ്ഞു. 7 അപ്പം ഞാൻ മിസ് അങ്ങ് കവർ ചെയ്തു. വാട്ട് ഈസ് ദ കോയഫിഷ്യൻ്റ് ഓഫ് 7? കോയഫിഷ്യൻ്റ് ഓഫ് 7 ഈസ്, ബാക്കി ആരാ ഉറച്ചു പറയുന്നേ? XYZ അല്ലേ? XYZ. ഇനി ഇതേ ക്വസ്റ്റ്യൻ മിസ് ചോദിക്കുമോ? വാട്ട് ഈസ് ദ കോയഫിഷ്യൻ്റ് ഓഫ് ഇസഡോ? യെസ്, 7xy. നിങ്ങൾ പഠിച്ചില്ലേ? 7xy. അപ്പോൾ ഇനി മിസ് അടുത്ത ക്വസ്റ്റ്യൻ പെട്ടെന്ന് തരട്ടെ. -8x²y. വാട്ട് ഈസ് ദ കോയഫിഷ്യൻ്റ്? ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ എഴുതിക്കണം മിസ്സിന്. ഇതെല്ലാം എഴുതിയാൽ സ്പീഡിലങ്ങ് സമയം അങ്ങ് പോവും. വാട്ട് ഈസ് ദ കോയഫിഷ്യൻ്റ് ഓഫ് x²? ആരാ പറയുന്നേ? ആരാ ഉറച്ച് പറയുന്നേ? അപ്പോൾ പെൻസിലോ പേനയോ ആ x² കവർ ചെയ്തപ്പോൾ ബാക്കി കണ്ണ് കാണാവുന്ന ആർക്കും എഴുതാം. എന്താണ്? വാട്ട് ഈസ് ദ കോയഫിഷ്യൻ്റ് ഓഫ് x²? യെസ്, -8y. ഇപ്പം ഞാനിവിടെ എഴുതുക. കോയഫിഷ്യൻ്റ് ഓഫ് x² ഈസ് -8y. ദെൻ വാട്ട് ഈസ് ദ കോയഫിഷ്യൻ്റ് ഓഫ് y? ആര് പറയും? കോയഫിഷ്യൻ്റ് ഓഫ് y ആര് പറയും? യെസ്, -8x². ഞാൻ ഇനി ഒരു കാര്യം ചോദിക്കട്ടെ. വാട്ട് ഈസ് ദ കോയഫിഷ്യൻ്റ് ഓഫ് -1? ഇവിടെ ഒരു -1 കിടപ്പുണ്ട്. ആരെങ്കിലും കണ്ടോ? -1 × 8 ആണ് -8. വാട്ട് ഈസ് ദ കോയഫിഷ്യൻ്റ് ഓഫ് -1? അപ്പം -1ൻ്റെ കോയഫിഷ്യൻ്റ് നോക്കുമ്പോൾ ബാക്കിയല്ലേ 8x²y. വെരി ഗുഡ്. അപ്പോൾ ഇനിയും പെട്ടെന്ന് അത് പഠിച്ചല്ലോ അല്ലേ? ഇനി നെക്സ്റ്റ് പോർഷൻ എന്താണെന്നറിയാമോ? ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ ചോദിക്കാം. ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ ചോദിച്ച ഇതൊക്കെ 6 പഠിക്കുന്നു. 6, 7, 8 3 പേർക്കും ഒരുപോലെ പ്രയോജനമുള്ള ഒരു ക്ലാസ്സാണ്. നോക്കിക്കോണേ മോനെ. 8x³ + 7x² + 9x - 7. അപ്പം മിസ് ചോദിക്കുക ഇതിൻ്റെ ഡിഗ്രി എന്താണെന്ന് ചോദിച്ചാൽ വാട്ട് ഈസ് ദ ഹയസ്റ്റ് പവർ ഓഫ് എക്സ് എന്ന്. കണ്ടോ, ഇവിടെ മുഴുവൻ വേരിയബിൾ എക്സ് ആയിരുന്നു അല്ലേ? അപ്പം 3 ആണ് വലുത്. ഓ, എനിക്കറിയാം പെട്ടെന്ന് നിങ്ങളുടെ വായിൽ ആൻസർ വരും. യെസ്, 3 ആണ് ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ. അപ്പം മിസ് ഒന്ന് അല്ലാതെ ചോദിക്കട്ടെ. 9x² + 3x⁴ + 5x⁵ + 6. ആദ്യം ചാടിക്കയറി 2 ആണ് ആദ്യം കിടക്കുന്നതെന്ന് പറഞ്ഞ് 2 എഴുതരുത്. 2, 4, 5. Which is the highest one? Yes, 5. Therefore, degree is equal to പെട്ടെന്ന് പറ 5 ആണോ? എഴുതിയ മോനെ? ഡിഗ്രി 5. പഠിച്ചല്ലോ അല്ലേ? അങ്ങനെയാണെങ്കിൽ മിസ്സിനെ അടുത്ത ഒരു ഡിഗ്രി പഠിപ്പിക്കാൻ പോകുന്നു കേട്ടോ. നോക്കിക്കോ. 5x² y² + 7xy² + 4xy + 8. മിസ് എപ്പോഴും പഠിപ്പിക്കുന്നത് ജനറലൈസ് ചെയ്താണ് പഠിപ്പിക്കുന്നത് കേട്ടോ. നമ്മൾ ടോപ്പിക്ക് പഠിച്ച് വെക്കുക എന്നുള്ളതാണ്. മാത്സ് എന്ന് പറയുന്ന മിസ് ക്ലാസ്സിൽ തരുന്ന കുറച്ച് പ്രോബ്ലം കാണാൻ പഠിച്ചിട്ട് പോകുന്നതല്ല മാത്സ് കേട്ടോ.
നമ്മളൊരു ആൾജിബ്രൈക്ക് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ അതെന്താണ് അതിനകത്ത് മൊത്തം ഉൾക്കൊണ്ടിരിക്കുന്നതെന്ന് നമ്മുടെ ഉള്ളിൽ സംഗ്രഹിച്ച് വെക്കണം, ആരെവിടെ വെച്ച് ചോദിച്ചാലും. ഇവിടെ ഒന്ന് നോക്കിക്കേ, ഇവിടുത്തെ വേരിയബിൾസ് എല്ലടോ എക്സ് വൈ ഞാൻ എഴുതിയിട്ടുണ്ടല്ലേ. അപ്പോൾ നിങ്ങൾ ചെയ്യണം, എൻ്റെ കൂട്ടുകാർ നോക്കിക്കേ ഇങ്ങോട്ട്, എക്സിൻ്റെ സ്ക്വയർ വൈയുടെ സ്ക്വയർ. അപ്പം നിങ്ങൾ പെട്ടെന്ന് പെൻസിലോ വല്ലതും എടുത്തിട്ട് എന്തോ എടുക്കണമെന്നറിയാമോ? പെൻസിൽ അങ്ങോട്ട് എടുത്തിട്ട് ടീച്ചർ കാണാതെ ഇവിടെ 2 + 2 4 എന്ന് എഴുതിയിട്ട് ഒരു വട്ടം ഇടണം. കണ്ടോ, ഇവിടെ എക്സ് മാത്രമേ ഉള്ളൂ, അപ്പോൾ 1 + 2, ഇവിടെ 3, ഇവിടെ 1 + 1 2. ഇവിടെ 4 ആണോ 3 ആണോ 2 ആണോ വലുത്? യെസ്, 4 ആണ്. therefore degree is equal to 4. കണ്ടോ? ഇനി ഒന്ന് പറഞ്ഞേ, 8a² b² c⁴ plus 3a³ b⁴ c⁵ plus 8abc. ആരാ ഉടനെ പെൻസിൽ എടുത്തത്? 4 + 2 6, 6 + 2 8. ഞാനിവിടെ 8 എന്ന് എഴുതി. 5 + 4 9, 9 + 3 12 എന്ന് ഞാൻ മുകളിൽ എഴുതി. കണ്ടോ, 1 1 1 3 എന്ന് എഴുതി. വിച്ച് ഈസ് ദ ഹയസ്റ്റ്? 8 ആണോ 12 ആണോ 3 ആണോ കുഞ്ഞേ? യെസ്, ഡിഗ്രി ഈസ് ഈക്വൽ ടു 12. അപ്പോൾ ഇത്രയും പോർഷൻസ് ആരൊക്കെ പഠിച്ചു? ക്ലാസ് മനസ്സിലാകുവാണെങ്കിൽ മിസ്സിനൊരു സന്തോഷം വരാൻ ഒരു ലൈക്കൊക്കെ അങ്ങോട്ട് ഇടണം അല്ലേ. ഇതിപ്പോൾ 1-2 പേര് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് പെട്ടെന്ന് മിസ്സ് ക്ലാസ് എടുക്കുന്നത് കണ്ടില്ലേ. ഇനി നമുക്ക് എങ്ങനെയാണ് ഓൾജിബ്രൈക്ക് എക്സ്പ്രഷൻ ഫോം ചെയ്യുന്നതെന്ന്. ഈ ഓൾജിബ്രൈക്ക് എക്സ്പ്രഷൻ ഫോം ചെയ്യുന്നതാണ് പിന്നെ അടുത്ത വർഷം ലീനിയർ ഇക്വേഷൻ പഠിക്കും, പിന്നെ ഇച്ചിരി കൂടെ കഴിയുമ്പോൾ സൈമിൾട്ടേനിയസ് ഇക്വേഷൻ എന്നും പറഞ്ഞ് 9ലും 10ലും പഠിക്കും. അപ്പോൾ എല്ലാത്തിൻ്റെയും ബേസ് ഇവിടാണ്. എവിടെ? ഫോർമേഷൻ ഓഫ് ഓൾജിബ്രൈക്ക് എക്സ്പ്രഷൻ കണ്ണടച്ചോട്ട് ആരെഴുതുമോ അവർക്കാണ് 100. ഒന്ന് നോക്കിക്കോ, മിസ് വായിക്കുന്ന സെൻറ്റൻസ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. എക്സ് ആഡഡ് ടു 10. ഇതാരാ പെട്ടെന്ന് മാത്സിലാക്കുന്നത്? ഇത് ഇംഗ്ലീഷാണ്. എക്സ് ആഡഡ് ടു 10 ഇംഗ്ലീഷ് ടീച്ചർ വായിച്ചതാണ്. അപ്പോൾ ഒരു മാത്സ് ടീച്ചർ ഇതെങ്ങനെ വായിക്കുമെന്നറിയാമോ? എക്സ് ആഡഡ് മീൻസ് +10, എക്സ് +10. കണ്ട മിസ് കുറേ പ്രോബ്ലം അങ്ങ് എഴുതിയിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ. ബുക്ക് നോക്കി പെട്ടെന്ന് ക്വസ്റ്റ്യനോട് എഴുതണം. എക്സ് ആഡഡ് ടു വൈ. എക്സ് ആഡഡ് ടു വൈ മീൻസ് എക്സ് + വൈ. എക്സ് ആഡഡ് ടു സം ഓഫ് വൈ ആൻഡ് ഇസഡ്. എക്സ് ആഡഡ് ടു എന്ന് പറയുമ്പോഴേ നിങ്ങൾ എക്സ് പ്ലസ് എഴുതണം. സം ഓഫ് വൈ ആൻഡ് ഇസഡ്. അപ്പോൾ എക്സ് പ്ലസ് ബ്രാക്കറ്റിൽ വൈ പ്ലസ് ഇസഡ്. കണ്ടോ? ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. എക്സ് ആഡഡ് ടു മീൻസ് എക്സ് പ്ലസ് സം ഓഫ് വൈ ആൻഡ് ഇസഡ് എന്ന് അവർ ഒന്നിച്ച് പറയുക. അപ്പോൾ അവർ ഒന്നിച്ച് നിൽക്കുവാന്ന് കാണിക്കാൻ നമ്മളൊരു ബ്രാക്കറ്റ് അങ്ങ് കൊടുത്തു കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, 2 more than p. 2 more than എന്ന് പറഞ്ഞാൽ എന്താ? യെസ്, 2 + p. 10 less than a. 10 less than a എന്ന് പറഞ്ഞാൽ a - 10. ഓക്കെ, 10 less than a. 7 decrease not അല്ലേ ക്വസ്റ്റ്യൻ നമ്പർ. 7 less than y. ആര് പറയും പെട്ടെന്ന്? 7 less than y. y - 7 എന്ന് പറഞ്ഞാൽ മലയാളം 7 വൈയെ കാട്ടി ചെറുതെന്ന അല്ലേ. y - 7. ഡിക്രീസ് ദ സം ഓഫ് വൈ ആൻഡ് ഇസഡ് ഫ്രം എക്സ്. അപ്പം നിങ്ങൾക്ക് സാധാരണ തെറ്റുന്ന ഒരു കാര്യമാണ്. ഫ്രം എക്സ് എന്ന് പറഞ്ഞാൽ എക്സിൽ നിന്നു കുറയ്ക്കണം. മനസ്സിലായോ? അപ്പം ഫസ്റ്റ് ഞാൻ എക്സ് എഴുതി, ഫ്രം വരുന്നതാണ് ആദ്യം. ഡിക്രീസ് ആണ് മൈനസ്. സം ഓഫ് വൈ ആൻഡ് ഇസഡ് ആര് പറയും? യെസ്, വൈ + ഇസഡിന് അവർ ഒന്നിച്ച് ഞങ്ങൾ ഇത് ചങ്കാന്ന് പറയും അവർ. കണ്ടോ? എക്സ് - വൈ + ഇസഡ്. ഓക്കെ, ഇനി പെട്ടെന്ന് പറ. 3 times p. യെസ്, 3p. മിസ് ഇത്രയും സിമ്പിളാണോ പഠിപ്പിക്കുന്നതെന്നായിരിക്കും ഇപ്പം ചോദിക്കുന്നത്. 3 times p means 3p. Product of 5 and x. Yes, 5x. Multiply x by 5.
ദാറ്റ് ഈസ് ഓൾസോ 5x അല്ലേ. രണ്ട് വിധത്തിൽ ചോദിക്കാം, പ്രോഡക്റ്റും ചോദിക്കാം, മൾട്ടിപ്ലൈയും ചോദിക്കാം. അത് തന്നെ കണ്ട് വീണ്ടും അവർ ചോദിച്ചു എക്സ് ടൈംസ് വൈ, എക്സ് ടൈംസ് വൈ. അടുത്തത് 4 ടൈംസ് വൈ സബ്ട്രാക്റ്റഡ് ഫ്രം 9. സബ്ട്രാക്റ്റഡ് ഫ്രം 9 എന്ന് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് സബ്ട്രാക്റ്റഡ് ഫ്രം 9 അങ്ങാക്കി. സബ്ട്രാക്ഷൻ ആയതുകൊണ്ട് മൈനസ്. 4 ടൈംസ് വൈ ആരുറക്കെ പറയുന്നേ? യെസ്, 4y. 9 മൈനസ് 4y. വെരി ഗുഡ്. സം ഓഫ് എക്സ് ആൻഡ് വൈ മൾട്ടിപ്ലൈഡ് ബൈ ഇസഡ്. സം ഓഫ് എക്സ് ആൻഡ് വൈ ആരാദ്യം എഴുതുന്നേ? എക്സ് പ്ലസ് വൈ. സം ഓഫ് എക്സ് ആൻഡ് വൈ കണ്ടോ? മൾട്ടിപ്ലൈഡ് ബൈ ഇസഡ് എന്ന് പറഞ്ഞാൽ ഇസഡ് വെളിയിൽ, എക്സ് പ്ലസ് വൈ വിതിൻ ബ്രാക്കറ്റ് ഇൻ ടു ഇസഡ്. 13 ക്വസ്റ്റ്യൻസ് ആയോ നോക്കിയേ. 14th question. 1/4 ഓഫ് സം ഓഫ് എക്സ് ആൻഡ് വൈ. 1/4 എന്ന് പറയുമ്പം 1/4 ഓഫിൻ്റെ മാത്സ് എന്താ? ഇൻറ്റു സം ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ 1/4 ഇൻറ്റു എക്സ് പ്ലസ് വൈയെ ഇങ്ങനെ എഴുതാം, എക്സ് പ്ലസ് വൈ ബൈ 4 എന്നും എഴുതാം വലിയ ക്ലാസ് ആകുമ്പോൾ. ഓക്കെ. എക്സ് ഡിവൈഡഡ് ബൈ 4. അതൊക്കെ വളരെ സിമ്പിൾ. എക്സ് ഡിവൈഡഡ് ബൈ 4. 1/3 ഓഫ് പ്രോഡക്റ്റ് ഓഫ് എക്സ് ആൻഡ് വൈ. നിങ്ങൾ സ്പീഡിൽ എഴുതുന്നുണ്ടോ? അതോ ഇങ്ങനെ ചാരുകസേരയിൽ ചായയും കുടിച്ചിരുന്ന് കേൾക്കുവാണോ? 1/3 ഓഫ് പ്രോഡക്റ്റ് ഓഫ് എക്സ് ആൻഡ് വൈ. 1/3 ഓഫ് എന്ന് പറയുമ്പോൾ ഇൻറ്റു പ്രോഡക്റ്റ് ഓഫ് എക്സ് ആൻഡ് വൈ എക്സ് വൈ ബൈ 3 അല്ലേ. എക്സ് വൈ ബൈ 3 എന്ന് എഴുതിയാലും 1/3 എക്സ് വൈ എന്ന് എഴുതിയാലും മാത്സസ് കറക്റ്റാണ്. 15 ഡിവൈഡഡ് ബൈ എക്സ്. 15 ഡിവൈഡഡ് ബൈ എക്സ് എന്ന് പറഞ്ഞാൽ എക്സിനെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്തെന്ന്. അടുത്തത് നോക്കണേ, മിസ്സ് സ്പീഡിൽ എഴുതുന്നതുകൊണ്ട് നോക്കിക്കോണം. 5 ടൈംസ് എക്സ്. അപ്പം ഞാൻ ഉടനെ എഴുതി 5x. വലിയ ക്ലാസ്സിലാകുമ്പോൾ പറയണം, മിസ്സ് പഠിപ്പിച്ച് ഞങ്ങൾക്ക് നന്നായിട്ട് മാത്സ് അറിയാമായിരുന്നെന്ന്. 5 ടൈംസ് എക്സ് ആഡഡ് ടു പ്ലസ് 2 ടൈംസ് വൈ. 2 ടൈംസ് വൈ എങ്ങനെ എഴുതും? 2y അല്ലെ ടോയ്സ് വൈ എന്നൊക്കെ പറയാം. ത്രൈസ് എക്സ് എന്ന് പറഞ്ഞാൽ 3x കേട്ടോ. 5x ആഡഡ് ടു 2 ടൈംസ് വൈ. വെരി ഗുഡ്. അടുത്ത വായിച്ച 19th ക്വസ്റ്റ്യൻ ആര് തന്നെ ചെയ്യും? 3 ടൈംസ് വൈ. എനിക്ക് സമയമില്ലാഞ്ഞിട്ടല്ലേ, ഞാൻ നിങ്ങളെ കൊണ്ട് തന്നെ ചെയ്യിച്ചേന്. 3 ടൈംസ് വൈ 3y സബ്ട്രാക്റ്റഡ് ഫ്രം ദ സം ഓഫ് 2 ടൈംസ് എക്സ് ആൻഡ് 5. ഒരു പണി തന്നല്ലോ നമുക്ക്. 3 ടൈംസ് വൈ എവിടുന്ന് കുറയ്ക്കണമെന്ന്? സബ്ട്രാക്റ്റഡ് ഫ്രം ദ സം ഓഫ്, മറക്കല്ലേ, സം ഓഫ് 2 ടൈംസ് എക്സ് ആൻഡ് വൈ. അപ്പം 2x പ്ലസ് 5 മൈനസ് 3y. നമ്മൾ ആരാ അല്ലേ? എങ്ങനെ വന്നാലും ഞങ്ങൾ മാത്സ് ചെയ്യും. 3 ടൈംസ് വൈ സബ്ട്രാക്റ്റഡ് ഫ്രം ദ സം ഓഫ് 2 ടൈംസ് എക്സ് ആൻഡ് 5 എന്ന് പറഞ്ഞാൽ 2x പ്ലസ് 5 മൈനസ് 3y. ദെൻ ഹാഫ് ഓഫ് എ നമ്പർ എക്സ് ആഡഡ് ടു 10. വലിയ ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞ് പറയൂ. എന്താ ഹാഫ് ഓഫ് എ നമ്പർ എക്സ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കറിയാം എക്സ് ബൈ 2 ആഡഡ് ടു 10, എക്സ് ബൈ 2 പ്ലസ് 10. ഓക്കെ ആയോ? നമ്മൾ അഡിഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എഴുതിക്കോ. അഡിഷൻ. ആഡെന്നോ സമ്മെന്നോ ഒക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്ന? ആഡ് 5x 7x ആൻഡ് 10x. അപ്പോൾ ആഡ് ചെയ്യുകയും സബ്ട്രാക്റ്റ് ചെയ്യുകയും ചെയ്യുന്നതിന് മുമ്പ് നമുക്കറിയണം വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ലൈക്ക് ടേംസ്. ലൈക്ക് ടേംസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വേരിയബിൾ നോക്കണം. എക്സ് അപ്പോൾ സെയിമാണ് അല്ലേ? നമ്മുടെ ക്ലാസ്സിൽ ടീച്ചർ പറയത്തില്ലേ, കൊച്ചു ക്ലാസ്സിലായിരുന്നപ്പം, നിങ്ങളുടെ കയ്യിൽ 2 പേനായുണ്ട്, അപ്പുറത്തെ മനുവിൻ്റെ കയ്യിൽ 3 പേനായുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാട്ട്സ് ദ ടോട്ടൽ നമ്പർ ഓഫ് പെൻസ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് കൊടുക്കും? മനുവിൻ്റെ പേനായും നിങ്ങളുടെ പേനായും കൂടാണ് ആഡ് ചെയ്തത്. മനസ്സിലായോ? അപ്പോൾ നമ്മളിവിടെ ആഡ് ചെയ്യുമ്പോൾ സബ്ട്രാക്റ്റ് ചെയ്യുകയോ ചെയ്യുമ്പോൾ നമുക്ക് ലൈക്ക് ടേംസേ പറ്റുള്ളൂ. ഇതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കണ്ട. ഒന്ന് എഴുതിക്കേ. 5x പ്ലസ് 7x പ്ലസ് 10x. ആരാ പെട്ടെന്ന് കൂട്ടുന്നത്? 7 പ്ലസ് 5 7 5 12 10 22x. ഒരു സെക്കൻഡ് പോലും എടുക്കരുത്. അടുത്തത് -9a പ്ലസ് 3a
പ്ലസ് -4a, രണ്ട് മൈനസ്, -9ഉം -4ഉം, ഈ 2 ടേംസ് ആർ മൈനസ്, ആഡ് ആൻഡ് പുട്ട് ദ നെഗറ്റീവ് സൈൻ. -13a + 3a കിട്ടിയോ എന്ന് പറഞ്ഞേ മോളെ? യെസ്, -10a ഫൈനൽ കിട്ടിയോ? ഇവിടെ മിസ് പെട്ടെന്ന് എഴുതുവാണ്. 6a²b, 9a²b, 8 -8a²b. അപ്പോൾ വേരിയബിൾസ് എല്ലാം ലൈക്കാണ്. 6 + 9, 9 6 15, 15 നിന്ന് 8 പോയാൽ 8 7 15, 7a²b. ഇതൊക്കെ നമുക്ക് MCQന് പെട്ടെന്ന് വരാം. നേരം ഇടുന്ന സൈഡിലോട്ട് ആഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ദെൻ ആഡ് നോക്കിക്കേ. അപ്പോൾ ഇവിടെ ഞാൻ സാധാരണ പഠിപ്പിക്കുന്നത് കോളം വൈസാണ് നിങ്ങൾക്ക് എളുപ്പം. 2a + b ഫസ്റ്റ് ലൈനിൽ എഴുതിക്കോ. അതിൻ്റെ താഴെ 2aയുടെ താഴെ തന്നെ 3a + 4b വരെയിട്ടു. അഡീഷനാണ്. 4b + b 5b +a ഉള്ളൂ. 2a 5a. 5a + 5b കിട്ടിയവരുണ്ടോ? ഉണ്ടോ? അടുത്തത് ഫൈൻഡ് ദ സം ഓഫ്, എഴുതിക്കോ. ഫൈൻഡ് ദ സം ഓഫ് 9x² + 7x + 8 and 4x² + 3x + 9. വെരി ഗുഡ്. 9 8 17 + 17 ആണോ? 7 + 3 10. മലയാളം കേട്ടാൽ അറിയത്തില്ലായിരിക്കും. 7 3 10. 9 4 13. അമ്മമാരൊക്കെ പെട്ടെന്ന് കൂട്ടുന്ന ഇതുകൊണ്ടാണ്. 13x² + 10x + 17 കിട്ടിയോ എന്ന് പറ. വെരി ഗുഡ്. അഡിഷൻ പഠിച്ചോ? മിസ് താണ്ടു ഒരു ക്വസ്റ്റ്യനോട് എഴുതിയേക്കുന്നു, നോക്കിക്കേ. ആഡാണേ. ഇവിടെ കാണുമ്പോൾ മനസ്സിലാവും ക്വസ്റ്റ്യൻ എന്താണെന്ന്. കണ്ട മിസ് താഴോട്ട് എഴുതി. ഇവിടെ ശ്രദ്ധിക്കണം. 2 പോസിറ്റീവ് 1 നെഗറ്റീവ്. ഇതൊക്കെയാണ് നിങ്ങളുടെ. അതിന് നിങ്ങളൊരു കാര്യം ചെയ്യണം. മിസ് ഇൻറ്റിജേഴ്സ് എന്നും പറഞ്ഞൊരു ചാപ്റ്റർ ഇട്ടിട്ടുണ്ട്. വെക്കേഷൻ ആകുമ്പോൾ അതങ്ങോട്ട് എടുത്ത് നന്നായിട്ട് എല്ലാ ക്ലാസ്സും കാണണം. 7 + 4 11. 11ൽ നിന്ന് 5 പോയാൽ എത്ര മോനെ? 6 കിട്ടിയോ നോക്ക്. ഇവിടെ എല്ലാം പ്ലസ്സാണ്. ഒന്നും ആരെയും നോക്കണ്ട. 7 + 5 12. 12 + 3 15 + 15. വെരി ഗുഡ്. അടുത്തത് 8 + 6 8 6 14. 14ൽ നിന്ന് കണ്ട് 1 പോകണം. 13a², 13a². ഇങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് തന്നിട്ടായാലും ചെയ്യണം. അടുത്തത് നമുക്ക് പെട്ടെന്ന് നമുക്ക് പറഞ്ഞ് നിർത്താം. സബ്ട്രാക്ട് 9x ഫ്രം 13x. മിസ് ആൽജിബ്ര ഫോമേഷനകത്ത് പഠിപ്പിച്ചു. ഫ്രം വരുമ്പോൾ അയാളെ വേണം മുമ്പിൽ കൊടുക്കാൻ. 13x - 9x പറഞ്ഞോ. സാധാരണ പഠിപ്പിക്കുമ്പോൾ ഈ പ്ലസ് മൈനസ് പ്ലസ് ആകും, സെക്കൻഡ് മൈനസ് ആകും. 13 - 9 പറഞ്ഞു. ഇസ് ഇറ്റ് 4x? വെരി ഗുഡ്. അടുത്ത ഒന്നാരാ പെട്ടെന്ന് പറയുന്നേ? 8x - -4x പറഞ്ഞു. മിസ് പറഞ്ഞ പോലെ ഈ മൈനസ് ആരാക്കി മോനെ? പ്ലസ് ആക്കിയപ്പം ഈ മൈനസും പ്ലസ് ആക്കി. ചേഞ്ച് ദ സൈൻ ഓഫ് ദ സെക്കൻഡ് നമ്പർ ആൻഡ് ആഡ്. അപ്പോൾ 8 + 4 എനിക്ക് 12x കിട്ടി. നിങ്ങൾക്ക് എന്ത് കിട്ടി? ഓക്കെ ആയോ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കാണാമോ? സബ്ട്രാക്ട് 2a² + 4a + 7 ഫ്രം 8a² + 7a + 8. ഫ്രം ആദ്യം എഴുതിക്കേ മോനെ. 8a² + 7a + 8 മൈനസ് 2a² + 4a + 7. ആരാ പെട്ടെന്ന് പറയുന്നതെന്ന് പറഞ്ഞേ? പെട്ടെന്ന് ഓപ്പറേഷൻ ഉടനെ മിസ് എന്തോ എടുത്തു? മൈനസ് ആരാക്കി? യെസ്, പ്ലസ് ആക്കി. അപ്പം ചേഞ്ച് ദ സൈൻ ഓഫ് ഈച്ച് ടേം ഓഫ് ദ സെക്കൻഡ് വൺ. 2a² മൈനസ് ആക്കി, പ്ലസ് 4a മൈനസ് ആക്കി, പ്ലസ് 7 മൈനസ് ആക്കി. ഓക്കെ, വാട്ട് ഈസ് 8 - 7? 1 കിട്ടിയോ നോക്ക്. ഇനി 7 - 4 7 നിന്ന് 4 പോയാൽ 3a കിട്ടിയോ? a എഴുതാൻ മറക്കരുത്. 8a² - 2a² എനിക്ക് 6a² കിട്ടി. ഓക്കെ ആയോ എന്ന് പറ. ഒരു പ്രോബ്ലം കൂടെ ചെയ്യാം. സബ്ട്രാക്ട് ദ ടേം 5x² + 9y² - 3² ഫ്രം ദ സം ഓഫ്. അപ്പം അവസാനത്തെ രണ്ടിൻ്റെ സം ഞാൻ കാണാൻ പോവാം. 6x² - 5y² ഉള്ളു ആദ്യത്തേനകത്ത്. കണ്ടോ? പ്ലസ് ഞാനിട്ടു. സമ്മാണേ പ്ലസ് y² ആണ് മോനെ രണ്ടാമത്. എവിടെ എഴുതി? ഈ y² താഴെ എഴുതി.
പ്ലസ് ഇസഡ് മുകളിലില്ലായിരുന്നു, പ്ലസ് 5z². കിട്ടിയോ? ആഡ് ചെയ്തേ. 5z² -5ഉം ഇവിടെ +1 ഉണ്ടെന്ന് ഓർത്തോണം. -5ഉം +1ഉം -4y². ഇയാൾക്ക് കൂട്ടൊന്നുമില്ല, അത് അതുപോലെ എഴുതി. 6x² -4y² പ്ലസ് 5z² ആയി. ആഡ് ആണേ, അതുകൊണ്ട് സൈൻ ഒന്നും ചേഞ്ച് ചെയ്യത്തില്ല. സബ്ട്രാക്ട് ദ ടേം ഫ്രം ദ സം ഓഫ്. അപ്പോൾ ഇതേ മൈനസ്, ഇതിൻ്റെ താഴോട്ട് 5x² പ്ലസ് 9y² മൈനസ് 3z². മിസ് എന്ത് പറഞ്ഞു? മിസ് എന്ത് പറഞ്ഞു എന്ന് പറ. ഈ മൈനസ് ആരാക്കി? പ്ലസ് ആക്കി. 5x² മൈനസ് പ്ലസ് മൈനസ്, ഈ മൈനസ് മുകളിൽ ആരായി? പ്ലസ്. അപ്പോൾ +5ഉം +3ഉം ഇസ് ഇറ്റ് +8z²? രണ്ടും മൈനസായി. മൈനസ് ആകുമ്പോൾ ആഡ് ആൻഡ് പുട്ട് ദ മൈനസ് സൈൻ. -13y². 6 5 പോയാൽ x². ഗോട്ട് ഇറ്റ്? ഒന്ന് നോക്കിക്കേ. അടുത്ത ഒരു ആപ്ലിക്കേഷൻ ലെവലിലെ ക്വസ്റ്റ്യനാണ്. ദ പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 28x³ + 16x² + 8x + 4. One of its sides is 8x² + 4x. Find the other side. ഇങ്ങനെ വന്നാൽ എന്തോ പെരിമീറ്റർ ചോദിച്ചാൽ പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 2 × L + B. നമുക്ക് തന്ന കാര്യം താഴോട്ട് എഴുതി. എന്താണ്? പെരിമീറ്റർ ഒരു വലിയ നമ്പർ തന്നു. 2 × ബ്രാക്കറ്റിനകത്ത് 8x² + 4x ആയിരുന്നു അടുത്ത സൈഡ്, പ്ലസ് മിസ് അപ്പുറത്ത് ബി. ഈ ബിയും x² തമ്മിൽ ബന്ധമൊന്നുമില്ല. പക്ഷേ എനിക്കൊരു എളുപ്പം തോന്നി. ഈ LHS കിടക്കുന്നതിൻ്റെ എല്ലാം കോയഫിഷ്യൻ്റ് കണ്ടോ, മൾട്ടിപ്പിൾ ഓഫ് 2. അപ്പം ഞാൻ ഈ 2 എടുത്ത് ഡിവൈഡ് ചെയ്യാൻ പോവാം. 28നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 14x³ കിട്ടിയവരുണ്ടോ? പ്ലസ് 16/2 8x² പ്ലസ് 8/2 4x പ്ലസ് 4/2 2 = 8x² പ്ലസ് 4x പ്ലസ് ബി. ബ്രെഡ്ത്ത് അറിഞ്ഞൂടാ, കണ്ടോ? ഇനിയും ഈ കിടക്കുന്നതിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോവാം. 14x³ പ്ലസ് 8x² plus 4x plus 2. When we convert these two terms in the other side, both plus ആയിരുന്നു. -8x² minus 4x = B. 4 മാർക്കിന് ചോദിക്കാം. അപ്പം 14x³ ലൈക്ക് ടേംസ് ആരും ഇല്ല. 14x³. 8x² minus 8a², 8 നിന്ന് 8 പോയാൽ 0. 4x minus 4x, അത് രണ്ടും പോയി. +2. B = ബ്രെഡ്ത്ത് 14x³ + 2. ഓക്കെ ആയോ? മാക്സിമം മിസ്സ് വരുന്ന ടൈപ്പുകളെല്ലാം മിസ്സ് ചെയ്തിട്ടിട്ടുണ്ട്. ഒന്നോ രണ്ടോ പ്രാവശ്യം കാണുക. നിങ്ങളുടെ ഈ ക്ലാസ്സിനെ പറ്റി അറിയാത്ത കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അതുമാത്രമല്ല, ക്ലാസ് 7ൻ്റെ നേരത്തെയുള്ള വീഡിയോയ്ക്കകത്ത് മിസ്സ് ഇതൊക്കെ ചെയ്തിട്ടിട്ടുണ്ട്, പല ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ ആ പ്ലേലിസ്റ്റിൽ പോയാൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സ്റ്റഡി വെൽ. ഗാഡ് ബ്ലെസ് യു.